ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് ദം ബിരിയാണിയാണ്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പട്ടയും കറാമ്പും ഏലക്കായും ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഒരു 6 വലിയ ഉള്ളി അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിൽ കട്ടായിട്ട് ഉള്ളി നിൽക്കണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് ഉടച്ചു കൊടുക്കണം. നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, ചെറുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അടി പിടിക്കാതെ നോക്കണം. അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 4 തക്കാളിയാണ് ആവശ്യമായിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 12 ആൾക്കുള്ള ഫുഡാണ് ഇവിടെ റെഡിയാക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മല്ലിയും പുതിന ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പട്ടയും കറാമ്പും കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതാകുമ്പോൾ കളർ ഉണ്ടാവും, അധികം എരിവ് ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. ബീഫ് മസാലയൊക്കെ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നാണ് അളവ്. അപ്പം നമുക്കതിനനുസരിച്ചിട്ട് നിങ്ങൾ എത്രയാണോ എടുക്കണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പാലക്കാട് ദം ബിരിയാണി എന്നും പറയും, റാവത്തർ ബിരിയാണി എന്നും പറയും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അളവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. നോക്കിയിട്ട് ഉപ്പുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി ഊരാൻ വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഊരാൻ വെച്ചാൽ മതിയിട്ട് ഒരു അരിയെല്ലാം നമുക്കതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ പാടില്ല. ഒരു മീഡിയം ലെവലിലൊന്ന് ഇളക്കി കൊടുക്കുക. ഓവർ സ്പീഡിൽ ഇളക്കി ചിലപ്പോൾ അരി ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കൊരു മീഡിയം ലെവലിലൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ ഒന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഒന്ന് എല്ലാം വെള്ളമൊക്കെ ഒന്ന് വറ്റി അരിയൊക്കെ ഒന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര്, നാരങ്ങ നീര് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 പാക്കറ്റ് തൈരും പിന്നെ ഒരു 2 നാരങ്ങയുടെ നീരാണ് എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നെയ്യ്. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ദമ്മിട്ട് വെക്കാം. നല്ല ഇളക്കി കൊടുക്കണേ, അരി ഉടയാൻ പാടില്ല. നമുക്ക് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ദമ്മിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്യാസിലാണ് ദമ്മിടണമെങ്കിൽ അടിയിൽ ചട്ടിയോ പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ഈ ബിരിയാണി ചട്ടി നമുക്ക് അതിന് മേലെ കയറ്റി വെച്ചിട്ട് വേണം ദമ്മിട്ട് വേവിക്കാൻ. പിന്നെ അടുപ്പിലാണെങ്കിൽ നമ്മൾ ദമ്മ് മേലെയാണ് ഇടുക, അതെല്ലാവർക്കും അറിയായിരിക്കും. ഇത് അടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ അടിയിൽ ചട്ടി വെക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഗ്യാസ് സ്ലോ സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു ബിരിയാണിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ മറക്കാതെ വാച്ച് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.